ഈശോ ജലത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും. സ്നേഹമുള്ളവരെ, ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ നടന്ന സംഭവമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നു. പിതാവിന്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകും, ഇവനിൽ ഞാൻ സംപ്രീതനായി. പരിശുദ്ധ പ്രീതത്തിന്റെ സംഗമമാണ് ഈശോ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് പിതാവായ ദൈവത്തിന്റെ അംഗീകാരം, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആവാസം. പരിശുദ്ധാത്മാവിനാൽ സ്നാനം കൊടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കുകയും അങ്ങനെ ഈശോ ദൗത്യവുമായിട്ട് പരിശുദ്ധീവിതം ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചത്. 40 രാവും 40 പകലും ഈശോ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈശോയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ഈ പ്രലോഭനങ്ങളെ, പരീക്ഷകളൊക്കെ നേരിടും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വിജയം വരിച്ച് ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുവാനായിട്ട് താൻ ജനിച്ചു വളർന്ന സ്ഥലമായ നസ്രത്തിൽ വരികയാണ്. അവിടെ സിനഗോഗില് ഈശോ പഠിപ്പിക്കുവാനായിട്ട് എഴുന്നേറ്റപ്പോൾ യേശയ്യായുടെ പുസ്തകമാണ് ഈശോയ്ക്ക് നൽകപ്പെട്ടത്. പുസ്തകം തുറന്ന് ഈശോ വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. ഈശോയുടെ പരിശുദ്ധ കാലത്ത് ഈശോ അന്ധർക്ക് കാഴ്ച നൽകുന്നു, ബന്ധിതർക്ക് മോചനം നൽകുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അങ്ങനെ ഈശോയുടെ പരിശുദ്ധ കാലത്ത് എല്ലാവിധ സമഗ്രമായ ഒരു വിമോചനമാണ് ആത്മാവിനാൽ അറിഞ്ഞ് ഈശോ നൽകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ആ രക്ഷയുടെ, വിമോചനത്തിന്റെ, സ്നേഹത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. പരിശുദ്ധാത്മാവാൻ നിറഞ്ഞ് ഈശോ ഇപ്രകാരം പ്രഘോഷിക്കുന്നു, പിതാവേ, ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകിൽ നിന്നും മറിച്ച് ശിശുക്കൾ തന്ന് വെളിപ്പെടുത്തി. ഈശോയുടെ ദൗത്യത്തിന്റെ പൂർണ്ണതയിൽ പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കും ഒക്കെ ഈശോ പ്രവേശിക്കുകയാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ തന്റെ ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസങ്ങൾ ചെലവഴിച്ചു. സ്വർഗാരോപണത്തിന് മുൻപായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നവരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. അങ്ങനെ ആ ഈശോയുടെ ആ വാഗ്ദാനം പന്തക്കുസ്താ ദിവസം പൂർത്തിയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് സ്ലേഹിന്മാരുടെ മേൽ തീനാവളി രൂപത്തിൽ ഇറങ്ങി വന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പന്തക്കുസ്താ തിരുനാൾ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ റീകമ്മിറ്റ്മെന്റ് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും ആവസിക്കണം. അങ്ങനെ ഈശോയെ പോലെ നമുക്കും ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരായി അന്ധർക്ക് കാഴ്ചയും